വയനാട് മേപ്പാടി കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ പ്രകൃതി ദുരന്തമല്ല, പൂർണ്ണമായും മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് സ്ഥിരീകരിച്ച ഔദ്യോഗിക രേഖകൾ പുറത്ത്. അപകട സാധ്യതയെക്കുറിച്ച് പൊതുമരാമത്ത് വകുപ്പ് മുൻകൂട്ടി നൽകിയ കർശനമായ മുന്നറിയിപ്പുകൾ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ഉദ്യോഗസ്ഥരും പൂർണ്ണമായും അവഗണിച്ചതാണ് 3 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ദുരന്തത്തിൽ കലാശിച്ചെന്നാണ് ആക്ഷേപം. പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടത് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്നീ പ്രതിഭാസങ്ങൾ മൂലം വൻ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജൂൺ 25 ചേർന്ന അവലോകന യോഗത്തിൽ PWD കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊക്കെ തടയാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ യോഗത്തിന്റെ ഔദ്യോഗിക മിനിറ്റ്സ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതോടെ നിർമ്മാണ കമ്പനിയായ കൊങ്കണിന്റെ വീഴ്ചകൾ പൂർണ്ണമായും വെളിച്ചത്തായി. കണ്ണാടിയിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടത് ചെറിയ മഴ പെയ്താൽ പോലും വൻ അപകടമുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതായി മന്ത്രി ടി സിദ്ദിഖും പ്രതികരിക്കുന്നുണ്ട്. അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തെക്കുറിച്ച് യോഗങ്ങളിലും അല്ലാതെയും പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് നീക്കം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്കും കമ്പനിക്കും കടുത്ത പാളിച്ചകളുണ്ടായി. നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ മുന്നോട്ട് പോയ കമ്പനിയുടെ നടപടി അതീവ ഗൗരവത്തോടെ കാണുമെന്നും ടൗൺഷിപ്പിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ കോഴിക്കോട് തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ പ്രവൃത്തികൾ തൽക്കാലത്തേക്ക് പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണാടിയിലെ പ്രവൃത്തികളുമായി തൽക്കാലം മുന്നോട്ട് പോകരുതെന്ന് നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായി റവന്യൂ മന്ത്രി AP അനിൽകുമാറും വ്യക്തമാക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെടുത്തി 6 തൊഴിലാളികൾ നിലവിൽ മിംസ് ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കിരൺകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് താപ്പൂർ, രജനീഷ്, തന്മയ് ഘോഷ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരമുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 2 NDRF സംഘങ്ങൾ ദുരന്ത ഭൂമിയിലെത്തി രക്ഷാപ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കൂടുതൽ ആളുകൾ മണ്ണിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സാധ്യമായ എല്ലാ സുരക്ഷാ സൈന്യത്തെയും അടിയന്തരമായി സംഭവ സ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ വൻ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതീവ ജാഗ്രതയുടെ ഭാഗമായി വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി പരക്കെ ശക്തമായ മഴ തുടരുമെന്നാണ് ഔദ്യോഗിക മുന്നറിയിപ്പ്. നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. എന്തായാലും വയനാട്ടിലെ ദുരന്തം അത് അതീവ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. 3 മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. 10-ലധികം ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങി കിടപ്പുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 പേരുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം.